3.25 കോടി രൂപയുടെ സ്വർണം കവർച്ച നടത്തിയ പ്രതികൾ താനൂർ പോലീസിന്റെ പിടിയിൽ. മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി, മുഹമ്മദ് ഷാഫി, ഹാസിഫ്, റമീസ്, വിവേക്, നൌഫൽ എന്നീ 6 പ്രതികളെ താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ അതിസാഹസികമായി പിടികൂടി. ജൂൺ 2 വൈകുന്നേരം 4:30 കേസിനാസ്പദമായ സംഭവം. കുന്നത്ത് മുഹമ്മദ് നിഷാദ് എന്ന 1-ാം പ്രതിയായ ബാപ്പുട്ടി, തറയിൽ മുഹമ്മദ് ഷാഫി, മാരകത്ത് കളത്തിൽ ഹാസിഫ്, കൂപ്പന്റെ പുരക്കൽ റമീസ്, പുതുമനത്തൊടി വിവേക്, മന്നത്ത് നൌഫൽ എന്നീ 6 പ്രതികളെ താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ മാത്യു ജെ, സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ, പ്രമോദ്, സുഗീഷ്, CPOമാരായ സലേഷ്, സെബാസ്റ്റ്യൻ, ശ്രീഹരീഷ്, ശ്രീജിത്ത്, ലിബിൻ, അനീഷ്, രാജേഷ് എന്നിവർ അടങ്ങിയ സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് പാലക്കാട് വെച്ച് അതിസാഹസികമായി പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും 900 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു. കോഴിക്കോട് ശുഭ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രാജ്പൂത്ത്, സ്ഥാപനത്തിലെ ജീവനക്കാരായ മഹേന്ദ്ര സിംഗ് റാവു എന്നയാളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച 2 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 43.5 ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമടക്കമാണ് പ്രതികൾ കവർച്ച നടത്തിയത്. സ്വർണമായി മഹേന്ദ്ര സിംഗ് റാവു മഞ്ചേരി ജ്വല്ലറിയിൽ പോയി വരുമ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങുന്നതിലേക്കായി സ്വർണം കാണാനെന്നു പറഞ്ഞ് പ്രതികൾ വിളിക്കുകയും തെയ്യാല ബസ് സ്റ്റോപ്പിലെത്താൻ പറഞ്ഞ പ്രകാരം എത്തിയ മഹേന്ദ്ര സിംഗ് റാവുവിനെ ഒരാൾ വന്ന് ഗോൾഡ് കാണിച്ചു കൊടുക്കാനെന്നു പറഞ്ഞ് മോട്ടോർ സൈക്കിളിൽ കയറ്റി ചുരങ്ങ എന്ന സ്ഥലത്ത് വെച്ച് കാറിലേക്ക് കയറ്റി തട്ടുകൊണ്ടു പോവുകയും മഹേന്ദ്ര സിംഗ് റാവുവിന്റെ കൈവശമുണ്ടായിരുന്ന 1.25 കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്ത് മഹേന്ദ്ര സിംഗ് റാവുവിനെ ഓഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ചു. ശേഷം സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു. 1-ാം പ്രതി മുഹമ്മദ് റിൻഷാദ് എന്ന ബാപ്പുട്ടി സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രധാനിയും നിരവധി കേസുകളിൽ പ്രതിയുമായി കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്തു താമസിച്ചു വരുന്നതും അവിടെ നിന്നും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ സ്വർണ്ണ കവർച്ച നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ സ്വർണം ഓർഡർ ചെയ്തതും തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ ശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയുമായിരുന്നു. തുടർന്ന് നിരവധി CCTVകളും മറ്റും പരിശോധിച്ച് അന്വേഷണ സംഘം അതിശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് നിന്നും പ്രതികളെ പിടികൂടിയത്. മലബാർ ടൈംസ്, താനൂർ.